നാഥ അങ്ങ് അരുൾ ചെയ്താലും ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിതാനുഭവങ്ങളെ ഗ്രീൻ റൂമിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഏലീശാമയെ സന്ദർശിച്ച പരിശുദ്ധ അമ്മയുടെ പ്രേഷിത ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വിസിറ്റേഷൻ സന്യാസ സമൂഹത്തെയാണ് ഇന്ന് ഗ്രീൻ റൂമിലൂടെ നാം പരിചയപ്പെടുന്നത്. കോട്ടയത്തുള്ള വിസിറ്റേഷൻ കോൺവെന്റിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. സിസ്റ്ററെ, നമ്മുടെ ഈ കോൺഗ്രിഗേഷനെ കുറിച്ചും ഇവിടുത്തെ കാരിസത്തെ കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാവോ? തീർച്ചയായും. ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ സന്യാസിനി സമൂഹം സീറോ മലബാർ സഭയിലെ ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിന് വേണ്ടിയുള്ള കോട്ടയം അതിരൂപതയിൽ ദേവദാസൻ മാത്യു മാക്കിൽ പിതാവിനാൽ 130 വർഷം മുമ്പ് സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ്. ഞങ്ങളുടെ ഈ സന്യാസിനി സമൂഹം കേരളത്തിലെ തൃതീയ സന്യാസിനി സമൂഹമാണെന്ന് പറയാം. കാരണം ചാവറപ്പിതാവിനാൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹങ്ങൾ, ഒപ്പം ലവീഞ്ഞ പിതാവിനാൽ സ്ഥാപിതമായ CC കോൺഗ്രിഗേഷൻ, പിന്നീട് ദേവദാസൻ മാത്യു മാക്കിൽ പിതാവിനാൽ സ്ഥാപിതമായ ഈ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ. അന്ന് മാത്യു മാക്കിൽ പിതാവിൻ്റെ ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഉദ്ദേശം ഈ കേരളക്കരയിൽ ഈ സന്യാസിനി സമൂഹം വളരെ വിരളമായതിനാൽ കുട്ടികളുടെ ആത്മരക്ഷയ്ക്കും ആത്മവിശുദ്ധിക്കും വേണ്ടി ഒരു സന്യാസിനി സമൂഹം ഉണ്ടാകുകയാണെന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ സ്ത്രീ സമുദ്ധാരണം, സ്ത്രീ ശാക്തീകരണം അന്നും പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ സ്ത്രീ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ നാട് നന്നാകും, നാട് നന്നായാൽ ലോകം തന്നെ വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായി കൊടുക്കുക. അങ്ങനെ നാട് നന്നാകണം, സ്ത്രീ നന്നാകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പെൺപൈതങ്ങളുടെ നൽവളർത്തലിന് വേണ്ടി ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായി. മാതാവിൻ്റെ എലിസബത്തിനോടുള്ള വിസിറ്റേഷൻ്റെ ആ ഒരു രീതിയിലാണല്ലേ കോൺഗ്രിഗേഷൻ സ്ഥാപിതം. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രിഗേഷൻ്റെ പേര് സന്ദർശന സഭ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നൽവളർത്തലൊപ്പം പിന്നീട് ആതുര ശുശ്രൂഷയിലേക്ക് വഴിത്തിരിഞ്ഞു. അതിനുശേഷം ഇടവക സമുദ്ധാരണം, ഇടവക വികാരിയോട് ചേർന്ന് ഇടവകയിലെ ഇടവക ജനത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി അതിനോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതിൽ പ്രധാനമായും ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ്റെ പേര് തന്നെ സന്ദർശന സഭ എന്ന വിസിറ്റേഷൻ. അപ്പോൾ സന്ദർശനം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച സംഭവം, അതിലൂടെ പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിലൂടെ എലിസബത്തിന് ആ കുടുംബത്തിന് പരിശുദ്ധാത്മാവിനെ ഈശോയെ തന്നെ നൽകി. അതുപോലെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുക, ഇന്ന് കുടുംബത്തിലെ ഈ സങ്കീർണ പ്രശ്നങ്ങളിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, കുടുംബ സന്ദർശനത്തിന് കൂടുതൽ മുൻതൂക്കം കടത്തുകൊണ്ട് അവിടെ ചെല്ലുക. ഞങ്ങളുടെ സന്ദർശനത്തിലൂടെയും കണ്ടുമുട്ടുന്നവരിലും ഒക്കെ ഈ പരിശുദ്ധാത്മാവിനെയും ഈശോയെയും നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോട് കൂടുതൽ ഇന്ന് കൗൺസിലിങ്ങിന്, ഇന്ന് കൂടുതൽ കുട്ടികളിലൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെയുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതുപോലെ വൃദ്ധജനങ്ങൾ, അപ്പോൾ ഇവരിലേക്കൊക്കെ കൗൺസിലിംഗ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു. ഇതൊക്കെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നു. അത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈശോയെ അറിയിക്കാൻ ഇന്നിപ്പോൾ പഞ്ചാബ്, ഭോപ്പാൽ, കാണ്ടുവ, അതുപോലെ ഇന്ത്യയുടെ പുറത്തേക്ക് തന്നെയാണെങ്കിലും ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക, ഇവിടെയൊക്കെ നമ്മുടെ ആളുകൾ ഒത്തിരിയേറെ ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ജനത്തോടൊപ്പം ഞങ്ങളും അവരുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ്, ഈശോയെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. സിസ്റ്ററിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായും. എൻ്റെ പേര് സിസ്റ്റർ മേഴ്സിലിറ്റ് SVM. ഞാൻ കോൺഗ്രിഗേഷനിലെ അസിസ്റ്റൻറ്റ് സുപ്പീരിയർ ജനറലാണ്. എൻ്റെ വീട് മലബാർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് രാജപുരം ഫൊറോനായി മാലക്കൽ ഇടവകയിൽ കാച്ചിനോലിക്കൽ എന്നാണ് വീട്ടുപേര്.
ഞാൻ കോൺഗ്രിഗേഷനിൽ അംഗമായിട്ട് ഇപ്പോൾ 36 വർഷമായി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് കേട്ട് വിസിറ്റേഷൻ സിസ്റ്റേഴ്സിനെ കാണാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ സന്ദർശനം പോലെ എല്ലാവരെയും സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്ത് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണല്ലോ മെയിനായിട്ട് നമ്മുടെ കാര്യസം. അപ്പോൾ ബാക്കിയുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. സിസ്റ്ററിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. സിസ്റ്ററെ, അച്ചാച്ചനെയും അമ്മേനെയൊക്കെ ഇന്നിവിടെ കാണാൻ പറ്റി. ഒത്തിരി സന്തോഷമല്ലേ ആഷ്ലി? അപ്പോൾ സിസ്റ്ററിനെയും വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായും. എൻ്റെ പേര് സിസ്റ്റർ ബ്ലെസ്സി മേരി SVM. ഇത് എൻ്റെ പപ്പയുടെ പേര് ജോൺസൺ. ഒഫീഷ്യൽ നെയിമാണ് ജോൺസൺ. വീട്ടിലെ ഞങ്ങളെല്ലാവരും ജോണി എന്നാണ് വിളിക്കുന്നത്. ഇത് എൻ്റെ അമ്മ ബിനി. പിന്നെ എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. മൂത്ത ചേച്ചി ജോബിയ. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് US-ലാണ്. ചേട്ടായി ജിനീഷ്. അവർക്കൊരു കൊച്ചുണ്ട്, ജുവാന. അതുപോലെ രണ്ടാമത്തെ ചേച്ചിയുടെ പേര് അനിറ്റ. ചേച്ചിയുടെ ഹസ്ബൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ചേട്ടായുടെ പേര് അനൂപ്. അവർക്കും ഒരു കൊച്ചുണ്ട്, ലിയ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാനിപ്പോൾ പഠിക്കുവാണ്. ഡിഗ്രി കഴിഞ്ഞ് ഞാനിപ്പോൾ ഹിന്ദി വിദ്വാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററുടെ ഒരു ദൈവവിളി അനുഭവത്തിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? ചെറുപ്പം തൊട്ടേ എങ്ങനെ സിസ്റ്റർ ആവണമെന്ന് വിചാരിച്ചതാണോ, അതോ പെട്ടെന്നൊരു നിമിഷത്തെ ഈശോ ഒന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? ചെറുപ്പം മുതലേ എനിക്ക് താല്പര്യമായിരുന്നു. എന്നോട് ആര് ചോദിച്ചാലും ചെറുപ്പം മുതലേ എന്താണ് ആഗ്രഹം, എന്താകാനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയുന്നത് എനിക്ക് സിസ്റ്റർ ആകാൻ പോകണം. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടിയത് എങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ സിസ്റ്റർ ആകാൻ പോകണം, അതായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. അപ്പം പിന്നെ വളർന്നു വരുന്തോറും ഞാൻ പഠിച്ചതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ തന്നെ സ്കൂളിലായിരുന്നു, CMC സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലായിരുന്നു. അപ്പം അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും ഒക്കെ കൊണ്ടും അവരുടെ ലൈഫ് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇത്ര ഹാപ്പിയാണോ എന്നൊരു ചിന്ത ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 10 ആയപ്പോഴത്തേക്കും ഉള്ളിലുള്ളൊരു ആഗ്രഹം അനുസരിച്ച് ഞാൻ ചോദിച്ചു പൊക്കോട്ടെ. അന്നേരം പപ്പ പറഞ്ഞു +1 +2 കൂടെ കഴിഞ്ഞിട്ട് പോകാം, നീ ഇച്ചിരി കൂടെ മച്ചറായിട്ട് നിൻ്റെ അന്നേരവും ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം, പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ പിന്നെ +1 +2 പഠിക്കാൻ പോയി. പിന്നെ ഞാൻ +1 +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ദൈവവിളി ക്യാമ്പിൻ്റെ ഒക്കെ സമയമായപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വീട്ടിൽ ചോദിച്ചു ഞാൻ പൊക്കോട്ടെ. അപ്പോൾ അതിന് മുമ്പും എനിക്ക് ഒരു വർഷം ഞാൻ GCC യൂത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വർഷം ഫുൾ ടൈമറായിട്ട് പോകണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞപ്പം സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, നീ ഫുൾ ടൈമറായിട്ട് എന്തൊക്കെയാലും ഒരു വർഷം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനല്ലേ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഒരു വർഷം ഒന്ന് മടത്തി വാ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ അവരിടയ്ക്ക് എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ അങ്ങനെ മടത്തി പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെയായാലും ഞാൻ ഒരു വർഷം ഫുൾ ടൈമറായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ വർഷം എന്തൊക്കെയായാലും ഞാൻ മടത്തി പോയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നോളാം, എന്തൊക്കെയായാലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് തന്നെ പറഞ്ഞു. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, നോയൊന്നും പറഞ്ഞില്ല. പൊക്കോ, നിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിനക്ക് ചെയ്യാം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഒരു പ്രെയർ ലൈഫ് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും പ്രാർത്ഥനാ സമയം കൂടുതൽ അത് കൃത്യമായിട്ട് കുരിശുവരയുടെ വൈകുന്നേരത്തെ രാത്രിയിലത്തെ സമയം അത് കറക്റ്റായിട്ട് എല്ലാവരും ആ സമയത്ത് പ്രെയർ ഹാളിൽ വന്നിരിക്കണം, കൊന്ത തീർച്ചയായും ചൊല്ലിയിരിക്കണം. അങ്ങനെ ചെറുപ്പം മുതലേ ആ ഒരു സെറ്റപ്പിൽ വന്ന കാരണം തന്നെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. പിന്നെ മഠത്തിലേക്ക് വരാനായിട്ട് ഇവർ നോയൊന്നും പറഞ്ഞില്ല. പിന്നെ തുടർന്ന് മഠത്തിലേക്ക് വന്ന് ആ ഒരു വർഷം നിന്നപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ തോന്നി എൻ്റെ വിളി ഇതാണെന്നൊരു ചിന്ത എന്നിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ മിസ്ട്രസ്മാർ പലരും ആ ഒരു വിളി ഉറപ്പിക്കാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ജീവിക്കുമ്പോഴും മഠത്തിൽ ജീവിക്കുന്ന സമയത്താണെങ്കിലും കൂടുതലായിട്ടും നമ്മൾ മഠത്തിലായിരിക്കുമ്പോൾ ഫോർമേഷൻ ടൈമിൽ നമ്മളെല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുമ്പം ആ ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസം ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരു ടൈമായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, ഞാൻ അന്നേരം മഠത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കും, മഠത്തിൽ അങ്ങനെയൊക്കെയല്ലേ, അവിടെ ഇങ്ങനെ നീ പുറമേ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞൊരു ഉത്തരമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഉള്ളിൽ എന്തുണ്ടോ അതേ പുറത്തേക്ക് വരുള്ളൂ. ഒരിക്കലും അവരുടെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് നമ്മുടെ ഉള്ളിൽ എത്രമാത്രം അഭിനയിച്ചാലും അതിനൊരു പെർഫെക്റ്റ് ആകുകയില്ല. പക്ഷേ ഞാനിപ്പോൾ ജീവിക്കുമ്പം എനിക്കറിയാം അവർ എത്രമാത്രം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാലും അവർ അതിനെക്കുറിച്ച് മോശമായിട്ട് എത്ര പറഞ്ഞാലും
അവരനുഭവിക്കുന്ന സന്തോഷം അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർ ജീവിക്കുന്നത്. അത് കാരണം എനിക്ക് ആ സന്തോഷം അനുഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കാരണം ഞാൻ തുടർന്നും ഈ സന്യാസത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവരോട് പറഞ്ഞത്. ഇപ്പോൾ വരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ജീവിതം എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ വളർന്നു വന്ന ഈ സാഹചര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എത്രമാത്രം പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു കെയറിങ്, ദൈവം ഏതൊക്കെ സാഹചര്യത്തിലൂടെ നമുക്ക് വേദനകൾ ഉണ്ടായാൽ പോലും ആ സമയം പോലും ദൈവം നമ്മളെ കരുതുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ വേദനകൾ ആരെങ്കിലും നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും അതിലൂടെ നമ്മളെ വളർത്താനായിട്ട് ദൈവം തരുന്നൊരു അവസരങ്ങളുണ്ട്. അതൊക്കെ ഒത്തിരി മനസ്സിലാക്കി ആ ദൈവം എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് അതെൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റുന്നവനാണ് ദൈവം. അവൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ഫീലിങ്ങിൽ എപ്പോഴും ജീവിക്കാൻ ഈ ദൈവവിളിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സിസ്റ്ററിനെ കാണുമ്പോൾ ശരിക്കും പറയാൻ തോന്നുന്ന ഒരു ഒറ്റ സെൻറ്റൻസ് എന്നാന്ന് പറയുക, ബോൺ ടു ബി എ നൺ. അതെന്ന് വെച്ചാൽ ആ ഒരു സന്തോഷം സിസ്റ്റർ പറയുന്നത് നമുക്ക് പിടികിട്ടു കേട്ടോ, ആ ചെറുപ്പം തൊട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇപ്പം സിസ്റ്റർ സംസാരിച്ചപ്പം നമുക്ക് തോന്നിയൊരു കാര്യമാണ്, അത് സന്യാസം നേരിടുന്ന വെല്ലുവിളികൾ. പുറത്തുള്ള ആൾക്കാർക്ക് സന്യാസത്തെക്കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ആൻസറാണ് നിങ്ങളൊക്കെ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഈ ജനറേഷനിൽ നിന്ന് പോകുന്ന നിങ്ങളും പിന്നെ നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ സന്തോഷം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കേൾക്കുന്ന ഒന്നും അല്ല യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ ജീവിച്ച് കാണിക്കും. അതിന് പറയേണ്ട കാര്യമില്ല. അതും എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇപ്പം ആഷ്ലി പറഞ്ഞതുപോലെ സിസ്റ്റർ ഈ ഒരു ദൈവവിളി എത്രമാത്രം സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി. അപ്പം സിസ്റ്ററിൻ്റെ ഈ ഒരു സന്തോഷത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അച്ചാച്ചൻ്റെ അമ്മയുടെയും നിരന്തരമായ പ്രാർത്ഥനയായിരിക്കും. കാരണം ഇത്രയും ഒരു ദൈവവിളി ഒരു കുടുംബത്തിൽ നിന്നുണ്ടാവണമെങ്കിൽ പപ്പായും മമ്മിയും അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഞങ്ങളിങ്ങനെ കേട്ടു ചാച്ചനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അത്രയും തിരക്കുള്ള ജീവിതത്തിനിടയിലും ഇത്രയും ശക്തമായൊരു ദൈവവിളി കുടുംബത്തിൽ നിന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ കുഞ്ഞിലേ മുതലേ സിസ്റ്ററിനെ അത്രയും നല്ല വിശ്വാസത്തിൽ ചാച്ചൻ വളർത്തിയിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും അച്ചച്ച അപ്പം കുഞ്ഞിലേ മുതലേ സിസ്റ്ററിനെ വളർത്തിക്കൊണ്ട് വന്നത് വിശ്വാസത്തിൽ? ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഫാമിലിയായിരുന്നു. അതായത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് വെളിയിലേക്കെല്ലാം പോകാം. പക്ഷേ 7 മണി ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീട്ടിൽ വരിക, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ ശൈലിയാണ് ഞങ്ങളിൽ മക്കളിലേക്ക് എല്ലാവരിലേക്കും പിന്നെ വന്നത്. അത് ഞാനാണെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും ഈ സമയം ഈ പറഞ്ഞ പോലെ ഒരു 6-6:30 ആകുമ്പോൾ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 7 മണിക്ക് പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊന്തയെത്തിച്ചുള്ള പ്രാർത്ഥന, അതിന് ഷോർട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ആ നിരന്തരം നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ചെല്ലിയതിന് ശേഷമുള്ളൂ പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കുട്ടികളെ നല്ല അറ്റ്മോസ്ഫിയർ വളർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള ഒരു അനുഗ്രഹം തമ്പുരാൻ നമുക്ക് തന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലിസ്മോളാണെങ്കിലും അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകൾ പഠിക്കുകയും പ്രാർത്ഥനയിലേക്ക് കൂടുതൽ താല്പര്യങ്ങൾ കൊടുക്കുകയും ചെയ്തത്. സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിന് കുഞ്ഞിലേ മുതലേ സിസ്റ്റർ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അച്ഛന് തോന്നിയിരുന്നോ ഈ പറച്ചിൽ വെറുതെ ആവില്ല, സിസ്റ്റർ എന്തായാലും ഇത് തന്നെയാണ് സിസ്റ്റർ തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് ചെറുപ്പം മുതലേ അച്ഛനും തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. അത് മീൻസ് എൻ്റെ ഒരു പെങ്ങള് സിസ്റ്ററായിരുന്നു, എൻ്റെ പപ്പായുടെ ഒരു പെങ്ങള് സിസ്റ്ററായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സന്യാസിനി സമൂഹത്തെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ട്. എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വരികയും അവരുടെ കൂട്ടത്തിലുള്ളവർ വരികയും വീട്ടിലെ ആ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും അതുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴും കൊച്ചിലെ മുതലേ ഈ പറഞ്ഞ പോലെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് നല്ല ദൂരമുണ്ട്, ഒരു 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോകുമ്പോഴേക്കിനും അവിടെ ഇവരെ കൊണ്ടേ ആക്കുന്നു. പിന്നെ വേദപാഠം കഴിഞ്ഞ് പിന്നെ വരുമ്പോഴേക്കിനും ആ വേദപാഠത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിൽക്കത്തില്ല, ഞാൻ നേരത്തെ പോരും, എനിക്ക് തിരക്കുണ്ടാവും. അപ്പോൾ അമ്മ അവിടെ ഉണ്ടാവും. അമ്മ കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് ബസ് വരാനൊക്കെ താമസമുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ മഠത്തിലൊക്കെ പോയിരിക്കുകയും സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ മഠത്തിൽ ഈ ഉടുപ്പിട്ട അമ്മമാരെ കണ്ടു കഴിയുമ്പോഴേക്കിനും മോൾക്ക് ഭയങ്കര താല്പര്യമാണ് ഈ ഉടുപ്പ് ഇട്ട് നടക്കാൻ വേണ്ടിയുള്ള താല്പര്യം. അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അന്ന് വളരെ പൊക്കം കുറഞ്ഞൊരു സിസ്റ്ററായിരുന്നു. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ഉടുപ്പിന് വേണ്ടി ഇവൾ ആഗ്രഹിക്കുമായിരുന്നു, ഈ ഉടുപ്പ് എനിക്ക് തരാൻ പറ്റുമോ, അപ്പോൾ മോളിച്ചിട്ട് വലുതാകട്ടെ അന്നേരം ഉടുപ്പ് തരാം എന്ന് പറയും. അങ്ങനെ ആര് ചോദിച്ചാലും പിന്നെ മോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മോൾക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സിസ്റ്ററായാൽ മതി, പിന്നെ വേറെ ഒരു ആൻസറും ഇല്ല അതിന്. അങ്ങനെ ഇതിന് യാതൊരു മാറ്റങ്ങളും വന്നില്ല. അങ്ങനെയാണ് പിന്നെ 10ാം ക്ലാസ് വന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സന്യാസിനി സമൂഹം തിരഞ്ഞെടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്ററായി പോകണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ 10 കഴിയട്ടെ എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 കൂടെ കഴിയുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവാകും. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ പോകാം, അതിന് കുഴപ്പമില്ല, പപ്പായ്ക്കൊന്നും സന്തോഷക്കുറവൊന്നുമില്ലായിരുന്നു. അങ്ങനെ +1 +2 ഇവിടെ വന്ന് കോട്ടയത്ത് വന്ന് കോട്ടയത്ത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അവിടെ പഠിച്ചു, പഠിത്തമെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതിനും പാസ്സായി കഴിഞ്ഞപ്പോൾ
പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇനി പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരാഗ്രഹം, കാരണം മോള് സിസ്റ്റർ ആകുന്നതിൽ ഭയങ്കര സന്തോഷമുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ഇവർക്ക് മെച്യൂരിറ്റി ആയതിനു ശേഷം പോവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസിനി സമൂഹം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് പോകാം, അപ്പം കുറച്ചുകൂടെ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന്. അപ്പോൾ മോള് പറഞ്ഞു ഇല്ല, എനിക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഓക്കെ നമുക്ക് അതാണെങ്കിൽ ഇഷ്ടം, അതാണെങ്കിൽ ഓക്കെ, അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവർ ഇതിലേക്ക് കടന്നു വരികയും തിരഞ്ഞെടുക്കുകയും ചെയ്തത്. സന്തോഷത്തോടെ നിങ്ങൾ കൊണ്ടുവിട്ടല്ലേ? തീർച്ചയായിട്ടും. അത് ആ സന്തോഷത്തിന് ഞങ്ങൾക്ക് ഇന്നും ഒരു കുറവുകളുമില്ല. കാരണം മോള് ഒരു സിസ്റ്റർ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുള്ളൂ, അതാ അതിൻ്റെ അകത്ത്. അത് നിങ്ങളോട് വർത്താനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മച്ചിയുടെ 3 മക്കളിൽ ഒരാൾ സിസ്റ്ററാണ്. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും വിചാരിച്ചാണല്ലോ ഒരു സിസ്റ്ററുടെ അമ്മയായിട്ട് ഇങ്ങനെ ആയിരിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പം അമ്മച്ചിക്ക് എന്നാ തോന്നുന്നത് സിസ്റ്ററായിട്ട്? ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളാണ് മക്കൾ. അവരെ നല്ല നിലയിൽ വളർത്തുക. എല്ലാവരും ദൈവവിളിയെ പറ്റി പറയുമ്പോഴാണേലും എല്ലാവരും പറയും ദൈവവിളിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഞാൻ എപ്പോഴും കരുതുന്നത് എൻ്റെ മകൾ പോയതുകൊണ്ട് മാത്രമല്ല, എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. അഭിഷിക്തർക്കാണേലും സമർപ്പിതർക്കാണേലും എല്ലാം പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അപ്പോൾ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു അവസരവും കൂടെയാണ് തമ്പുരാൻ. അത് എനിക്ക് തമ്പുരാൻ ശരിക്കും മനസ്സിലാക്കി തന്നതാണ്. ഞാൻ വിളിച്ച വിളിയിൽ അവൾ ഉറച്ചു നിൽക്കാൻ ശരിക്കും നിൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. എൻ്റെ അഭിഷിക്തർക്കും സമർപ്പിതരും ഒക്കെ വഴിതെറ്റി പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി ശരിക്കും നിൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ എൻ്റെ മകളെ വിളിച്ചേക്കുന്ന. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി നടത്തി തരുമെന്ന് ഈശോ എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദൈവം ആദ്യമേ തന്നെ ഇളയ മുള ഇവളെ കിട്ടുമെന്ന് പറഞ്ഞതല്ല, ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതാണ്. മരണത്തിൻ്റെ വക്കിൽ നിന്ന് എന്നെയും കുഞ്ഞിനെ രക്ഷിച്ച് തമ്പുരാൻ തന്നതാണ്. അപ്പം ദൈവത്തിന് വേണ്ടിയിട്ട് തന്നതാണ്. അത് കാരണം ആദ്യമേ ഇവിടെ വന്നപ്പോൾ അവൾക്ക് കിട്ടിയ വചനമാണേലും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരുന്നു, അങ്ങനെ വിശുദ്ധീകരിച്ച് തന്നതാണ്. ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പം ദൈവം നമുക്ക് വേണ്ടിയത് തന്നോളും. അമ്മച്ചി പറഞ്ഞൊരു കാര്യം, ആദ്യം കുടുംബത്തിൽ ഏറ്റവും ആദ്യം നടന്നത് ദൈവവിളിയായിരുന്നു. അതിൻ്റെ ഒരു വലിയ ദൈവാനുഗ്രഹം. അതിനുശേഷമാണ് അച്ഛൻ്റെ അമ്മച്ചിയുടെ ഒക്കെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കാൻ അതിൽ നിന്ന് മനസ്സിലായി. അത്രയും ഈശോ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഈശോ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്കും മനസ്സിലായി. താങ്ക് യു. സിസ്റ്റർ, ഞങ്ങൾ വിസിറ്റേഷൻ സിസ്റ്റേഴ്സിനെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഇത് നിങ്ങളുടെ ജനറലേറ്റ് അല്ലേ? തീർച്ചയായും ഞങ്ങളുടെ വിസിറ്റേഷൻ സമൂഹത്തിൻ്റെ ജനറലേറ്റ് SH മോഡിലുള്ള ഞങ്ങളുടെ ജനറലേറ്റാണിത്. ഞങ്ങൾ അധികാരികൾ, ബഹുമാനപ്പെട്ട ജനറാളമ്മ, കൗൺസിലേഴ്സ് എല്ലാവരും അടങ്ങുന്ന ഞങ്ങൾ ഏകദേശം ഒരു 30ഓളം ആൾക്കാർ താമസിക്കുന്ന ജനറലേറ്റാണ് ഇത്. സിസ്റ്ററിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സിസ്റ്റർ ഗ്ലോറിയ SVM. ഞാൻ വിസിറ്റേഷൻ സമൂഹത്തിലെ അംഗമാണ്. 7 വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം ഈശോയ്ക്ക് നിത്യമായി സമർപ്പണം ചെയ്ത സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഞാനിപ്പോൾ. പുത്തൻ സിസ്റ്റർ അല്ലേ? തീർച്ചയായിട്ടും. ഫൈനൽ പ്രൊഫഷൻ എപ്പോഴായിരുന്നു? കഴിഞ്ഞ മെയ് 13-ാം തീയതി. അടുത്ത തീർച്ചയായിട്ടും. ഞങ്ങൾക്കപ്പം കിട്ടിയിരിക്കുന്ന ആളെ അല്ലേ, വളരെ പുതുതായിട്ട് ഈശോയ്ക്ക് സമർപ്പണം ചെയ്ത ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററെ, എങ്ങനെയായിരുന്നു സിസ്റ്ററിൻ്റെ ഈ ഒരു ദൈവവിളി? ഈശോ പലതരത്തിലുള്ള ഇൻസിഡൻസിൽ കൂടെ ഒക്കെ ആയിരുന്നു സിസ്റ്ററിനെ ഈ ഒരു ഇവിടെ എത്തിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു വചനമുണ്ട്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. കാരണം ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം കൂടുതലും ദൈവം ഇങ്ങനെ ഓരോ വ്യക്തികളെയും ഓരോ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും കുടുംബത്തിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയുടെ പെങ്ങൾ ഒരു സിസ്റ്ററുണ്ട്, വിസിറ്റേഴ്സ് സമൂഹത്തിൽ തന്നെ അംഗമാണ്. അപ്പോൾ ആൻറ്റിയൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ആൻറ്റിയുടെ കൂടെ എപ്പോഴും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം കസിൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീയും ആൻറ്റിയുടെ കൂടെ പോകാനുള്ളതാണോ എന്നുള്ളത്.
അപ്പം ആ സാഹചര്യം അനുസരിച്ച് പോകുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് പോകണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷെ അറിയില്ല ഏതാണെന്ന്. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവവിളി ക്യാമ്പിന് പോകാൻ വേണ്ടി പോയ സമയത്ത് വിസിറ്റേഷൻ സഭയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു, ടിക്ക് ചെയ്തു, സന്യാസം തിരഞ്ഞെടുത്ത് ഞാൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞപ്പം എനിക്കെന്തോ ഇത് തന്നെയാണോ എൻ്റെ വിളി എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിൽ വന്നപ്പം ഞാൻ ഓക്കെ വേണ്ട, ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട മാത്യു വെട്ടുകലയിൽ അച്ഛൻ നേതൃത്വം നൽകുന്ന ഒരു 10 പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പഠിച്ചത്. അവിടെ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള സിസ്റ്റർ അയോണ ഉണ്ടായിരുന്നു. സിസ്റ്റർ അയോണ ഞങ്ങളോട് ഭയങ്കര കൂട്ടായിട്ട് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ അയോണ. അപ്പോൾ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറയുന്ന സമയങ്ങളിലെല്ലാം പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം സിസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചതാണ്. ഇങ്ങനെ ദൈവസ്നേഹം കടലാണെങ്കിൽ എടുത്തു ചാടിക്കൊള്ളുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളൂ എന്ന്. അത് പറഞ്ഞ കൂട്ടത്തിൽ സിസ്റ്റർ പറഞ്ഞു പോയ കാര്യം, പക്ഷേ അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ എൻ്റെ +2 ലൈഫ് നന്നായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞു, വീട്ടിലോട്ട് അവധിക്ക് തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞ് ദൈവവിളി ക്യാമ്പിൻ്റെ തുടങ്ങുന്നൊരു ദിവസം, അപ്പോൾ ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു സിസ്റ്റർ സോഫിയ അന്ന് വിളിച്ചു, കുഞ്ഞ് നീ വരുന്നില്ല ദൈവവിളി ക്യാമ്പ്? സിസ്റ്റർ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പം സിസ്റ്റർ പറഞ്ഞു സാരമില്ല, നീ ഇപ്പോൾ പോയി പാക്ക് ചെയ്യുക, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലെറ്ററൊക്കെ വാങ്ങിച്ച് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഉടനെ ഞാനെൻ്റെ ഒരു കസിൻ കൂട്ടുകാരിയായിട്ട് പോയി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ചു, തിരിച്ചു വന്നു. എല്ലാം ദൈവവിളി ക്യാമ്പിന് പോയി. ദൈവവിളി ക്യാമ്പിന് പോയപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, ഈശോയെ നീ വിളിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയിച്ചു തരണം. അപ്പം അങ്ങനെ 3 ദിവസത്തെ ദൈവവിളി ക്യാമ്പ്. 2ാമത്തെ ദിവസം വൈകുന്നേരമാണ് 7 തൊട്ട് 8 വരെ ആരാധനയുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം, നീ ഏത് വിളിയാണ് എനിക്ക് തരുന്നതെന്ന്. 7 മണി തൊട്ട് 7:45 വരെ ഞാൻ ഓർത്തു ആരെങ്കിലും ഒന്നുകിൽ ഈശോ പറയും, അല്ലെങ്കിൽ മാതാവ് വരും, അല്ലെങ്കിൽ വിശുദ്ധർ വന്നിട്ട് പറയും കുഞ്ഞ് നിനക്ക് ദൈവവിളി ഉണ്ട് എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നത്തെ 17 അത് അങ്ങനെയാണ്, അവർ വന്ന് പറയും എന്താണ് ദൈവവിളി എന്നുള്ളത്. പക്ഷേ 7:45 വരെ ആരും വന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഈശോയെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണം, പറഞ്ഞു തരണം എന്ന്. ഞാൻ കണ്ണടച്ചു പോയപ്പം എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ദൈവസ്നേഹം കടലാണെങ്കിൽ എടുത്ത് ചാടിക്കോളാം, ബാക്കി ദൈവം നോക്കിക്കോളും. അപ്പോൾ എനിക്ക് ഉറപ്പില്ല, കാരണം എൻ്റെ ചിന്തയിലെല്ലാം വല്ലവരും ഒന്ന് പറയും എന്നുള്ള ചിന്തയാണല്ലോ. അതുകൊണ്ട് ഞാനത് ഓക്കെ ശരി, ഇപ്പം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടിക്ക് ചെയ്യാം, ഒരു എഗ്രിമെൻറ്റിലേ ഉള്ളൂ, ഞാൻ മടത്തി ചെന്ന് 1 വർഷം നോക്കും, എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും. ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഞാൻ അന്ന് ടിക്ക് ചെയ്തത്. പിന്നെ ദൈവവിളി ക്യാമ്പ് കഴിഞ്ഞു, തിരിച്ച് വന്ന് പിന്നെ മഠത്തിൽ നമ്മൾ ചേരുന്നുണ്ടെങ്കിൽ ഒരു കമ്മാൻസി പ്രോഗ്രാമുണ്ട്. അതായത് നമ്മൾ ചേരാൻ പോകുന്ന മഠത്തിൽ നമുക്കൊരു 3 ദിവസം താമസിക്കാം. അപ്പോൾ നമ്മുടെ കമ്മാൻസി പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ അത്താഴം എല്ലാം കഴിച്ച് കഴിയുമ്പം ഞാൻ +2 കഴിഞ്ഞ് വന്നതാണ്. അപ്പം +2 ഞങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ചേച്ചിമാരുണ്ട്, പോസ്റ്റ്ലൻ ചേച്ചിമാർ, അവരെല്ലാവരും വന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ അവരുടെ ദൈവവിളിയെക്കുറിച്ചെല്ലാം ഇങ്ങനെ നന്നായിട്ട് പറയുക. അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ എതിർപ്പുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവമേ ഇതുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ട് ഇവരൊക്കെ ദൈവവിളിക്ക് വേണ്ടി ഇത്രയും കാര്യമായിട്ട് വരുന്നതെന്ന് ഓർത്തു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു അന്നത്തെ ദിവസം ഞാൻ കിടക്കാൻ പോയപ്പം ഞാൻ എൻ്റെ ദൈവവിളിക്കുറിച്ച് ഞാൻ ഓർത്തു, ദൈവമേ ഞാൻ മടത്തി പോവാമെന്ന് പറഞ്ഞപ്പം എൻ്റെ വീട്ടിൽ ആരും എന്നെ എതിർത്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ ഇനിയിപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ അന്നത്തെ നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇവർ കേട്ടതെല്ലാം എല്ലാവരും എതിർക്കുന്നു, എൻ്റെ വീട്ടിൽ ആരും എതിർക്കാനില്ല. ഞാൻ ഓർത്തു ഇനി അത് ഒഴിവാക്കാൻ വേണ്ടി അവർ വിട്ടതാണോ ഒന്നും പറയാത്ത എന്നാന്നൊക്കെ ഓർത്തു. കമാൻസി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്ന് വിശേഷങ്ങളെല്ലാം പറയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണല്ലോ ചേച്ചിമാരെല്ലാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്താൽ അവർ മഠത്തിലോട്ട് സന്യാസത്തിലോട്ടൊക്കെ വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു, കുഞ്ഞെ നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ ദൈവവിളി നീ മഠത്തിലോട്ട് പോരുവാന്ന് പറഞ്ഞപ്പം നിൻ്റെ വീട്ടുകാരെന്താ നിന്നെ എതിർക്കാതിരുന്നേ എന്നുള്ളൊരു സംശയം നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ചോദ്യം സംശയമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു, കുഞ്ഞെ നീ ഉണ്ടായി കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ നീ എനിക്ക് 3 മക്കളെ തന്നു, ഇതിലൊരാളെ നിനക്ക് തരാൻ എനിക്കിഷ്ടമാണ്, നിനക്കിഷ്ടമുള്ള ആളെ നീ തന്നെ ഒരുക്കിക്കൊള്ളണം, അത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്നാണ് എൻ്റെ അമ്മ അന്ന് പറഞ്ഞത്. അന്ന് ഞാനിത് കേൾക്കുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ ദൈവമേ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട്. പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഈശോ പല വഴിയായിട്ട് എന്നെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓരോ ദിവസവും നമ്മളിലൂടെ ചിന്തയിലൂടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിലൂടെ എല്ലാം പൂർത്തിയാകണം എന്നുള്ള ഒരു
ചിന്ത എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു ചിന്തയോടെ എൻ്റെ സന്യാസ ജീവിതം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ സിസ്റ്ററുടെ ദൈവവിളി അനുഭവം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. ഞങ്ങൾക്കും കണ്ടതിലും പരിചയപ്പെട്ടതിലും എല്ലാം ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് സിസ്റ്റർ അലിൻ ട്രീസ. സിസ്റ്റർ 51 വർഷമായി സിസ്റ്ററായിട്ട്. അപ്പോൾ ഈ 51 വർഷത്തെ ഈ ഒരു ജീവിതത്തിലെ, സന്യാസ ജീവിതത്തിലെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് സിസ്റ്ററിനോട് ചോദിച്ചറിയാം. സിസ്റ്ററെ, നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടുണ്ടല്ലോ സിസ്റ്റർ ഇങ്ങനെ ചിരിക്കുന്ന മുഖം അവിടെ ഇവിടെ സിസ്റ്ററിനെ കാണുമായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ വിചാരിച്ച സിസ്റ്ററിനോടൊന്ന് സംസാരിക്കണം എന്ന്. സന്തോഷം. സിസ്റ്ററുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഉഴവൂരിനടുത്ത് അരീക്കര, അച്ചായൻ, അമ്മച്ചി, ഒരു സഹോദരൻ, 2 അനുജത്തിമാരടങ്ങുന്ന കുടുംബമാണ് എൻ്റേത്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരു ടീച്ചർ വിശുദ്ധ കൊച്ചു തെരേസയുടെ ജീവിത കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ക്ലാസ്സിൽ. അതെന്നെ വളരെയേറെ സ്വാധീനിച്ചു. എനിക്കും ഇങ്ങനെ ആകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ടും മടത്തിച്ചേരുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. തന്നെയുമല്ല, അവിടെ ഒരു പ്രായം ചെന്ന ടീച്ചറുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ഒന്നുള്ളതല്ല, ഞങ്ങളെ സ്കൂളിൽ നിന്ന് പള്ളിയിൽ കൊണ്ടുപോയി അരൂപിക്കെടുത്ത ദിവികാരുണ്യ സ്വീകരണം നടത്തും. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നല്ല ഒരു ആത്മീയതയിൽ വളരാനുള്ള അവസരമൊക്കെ അവിടെയും ഉണ്ടായിരുന്നു, സ്കൂളിലും. ഇങ്ങനെ പഠിച്ചു വന്ന് 7ാം ക്ലാസ് കഴിഞ്ഞപ്പം ഹൈസ്കൂളിലേക്ക് പോകാൻ സമയമായപ്പം ഈ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മറ്റത്തലച്ചൻ്റെ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ എനിക്ക് സാഹചര്യം വന്നു. പക്ഷേ കുഞ്ഞമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ദൈവദൂതനെ പോലെ ഒരാളെ ദൈവം അയച്ചെന്ന് ഞാനെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ സഭയിൽ തന്നെ സിസ്റ്റേഴ്സായ മരീനാമ്മയുടെയും മാൽട്ടിനമ്മയുടെയും പിന്നെ ഒരു മകൻ സലേഷൻ അച്ഛനുമുണ്ട്. അവരുടെ അച്ചാച്ചനെ ദൈവം ഇങ്ങോട്ട് അയച്ചെന്നുള്ള ഞങ്ങളുടെ അയൽവാസിയും ഉപകാരിയുമെല്ലാമാണ്. അദ്ദേഹം കുഞ്ഞമ്മയോട് പറയുകയാണ്, മറിയക്കുട്ടി, ഈ കുഞ്ഞിന് നല്ലൊരു ഭാവിയുള്ളതാണ്, അതിനെ നീ വിട്ടേ പറ്റൂ, നിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് ആ സ്നേഹപൂർവകമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് എൻ്റെ കുഞ്ഞമ്മ എന്നെ കിടങ്ങൂരേക്ക് പഠിക്കാനായിട്ട് ബോർഡിങ്ങിലേക്ക് വിടുന്നത്. അവിടെ വിസിറ്റേഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനും അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും അവരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അവരുടെ ഉല്ലാസം, സ്നേഹപൂർവമായ പെരുമാറ്റം എല്ലാം എന്നെ ആകർഷിച്ചു. എനിക്ക് ഈ ജീവിതം എനിക്ക് ഒരുക്കാൻ ദൈവം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണ്. അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. 10ാം ക്ലാസ് വരെ ഞാൻ ഈ ആഗ്രഹമൊന്നും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി നേഴ്സിങ്ങിന് അഡ്മിഷൻ പറഞ്ഞു വെച്ചു. അന്നൊക്കെ 10ാം ക്ലാസ് മതി, എനിക്കൊരു 328 മാർക്ക് കിട്ടി പാസ്സാകാൻ ദൈവം അനുവദിച്ചു. അത് ഈസി ആയിട്ട് നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടും. അങ്ങനെ നേഴ്സിങ്ങിന് വിടാനായിട്ടിരിക്കുക, കാരണം ഞാൻ മടത്തി പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ പാസ്സായി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു. അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നേഴ്സിങ്ങിന് പറഞ്ഞു വെച്ചത് ഞാൻ പോകുന്നില്ലെങ്കിൽ എന്നുള്ള വിചാരത്തില്ല. അങ്ങനെ സന്തോഷത്തോടെ അവരെന്നെ പറഞ്ഞു വിട്ടു. വന്നിട്ട് ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷം വിവരിക്കാനാവുന്നില്ല, അത് പറഞ്ഞാൽ മതി. ആ സന്തോഷം നമുക്ക് ഇപ്പോഴും സിസ്റ്ററുടെ മുഖത്ത് കാണാം. 70ാമത്തെ വയസ്സിലും അതീവ സന്തോഷവതിയായിട്ട് സിസ്റ്റർ സന്തോഷിക്കാതിരിക്കാനാവില്ല. കാരണം അർഹിക്കാത്ത നന്മകൾ നൽകി ദൈവം അനുഗ്രഹിച്ചതാണ്. തീർത്തും അയോഗ്യയാണ്. ശിഷ്ടായുഷ്യം സന്തോഷമായിട്ട് കഴിയണമെന്ന് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. ഇവിടെ ഏറെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ടെന്നുള്ള വചനമാണ് സിസ്റ്ററെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒത്തിരി സന്തോഷം സിസ്റ്ററെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.